പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും നാടായ UAE-യിലേക്ക് ജോലി അന്വേഷിച്ചും നാട് കാണാനുമായി എത്തുന്ന മലയാളികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും വിശാലമായ തൊഴിലവസരങ്ങൾക്കും ഇടയിൽ ജീവിതം കരിപ്പിടിപ്പിക്കാൻ എത്തുന്നവരിൽ പലരും അറിയാതെ പോകുന്ന ചില വലിയ നിയമക്കുരുക്കുകളുണ്ട്. യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലമോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ചെയ്യാതിരുന്നിട്ടും കേവലം ഒരു ചെറിയ അശ്രദ്ധയുടെ പേരിൽ UAE-യിലേക്ക് പിന്നീട് ഒരിക്കലും വരാൻ കഴിയാത്ത വിധം ആജീവനാന്ത വിലക്ക് ലഭിച്ച ആയിരക്കണക്കിന് മലയാളികളുണ്ട്. സന്ദർശക വിസയിൽ വന്ന് തൊഴിൽ അന്വേഷിക്കുന്ന ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണമാണിത്. സാധാരണയായി 30-60 ദിവസത്തെ സന്ദർശക വിസയിലാണ് മിക്കവാറും ആളുകൾ UAE-യിൽ എത്തുന്നത്. തൊഴിൽ അന്വേഷണത്തിനിടയിൽ പലപ്പോഴും വിസയുടെ കാലാവധി അവസാനിക്കുന്ന കാര്യം പലരും ഗൗരവകരമായി എടുക്കാറില്ല. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരും. അതിനുശേഷം മടങ്ങാം എന്നോ അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് ചെറിയൊരു പിഴയടച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. നിലവിലെ UAE-യിലെ ഇമിഗ്രേഷൻ നിയമപ്രകാരം സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞാൽ രാജ്യത്ത് തുടരുന്ന ഓരോ ദിവസത്തിനും 50 ദിർഹം വീതമാണ് പിഴ ഈടാക്കുന്നത്. 1-2 ദിവസത്തെ കാലതാമസമാണെങ്കിൽ ഈ പിഴയടച്ച് വളരെ എളുപ്പത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. എന്നാൽ ഒരുപാട് ആളുകൾക്ക് അബദ്ധം പിണയുന്നത് ഈ പിഴയുടെ ഗൗരവം മനസ്സിലാക്കാതെ ഒരാഴ്ചയോ അതിൽ കൂടുതലോ രാജ്യത്ത് തുടരുമ്പോഴാണ്. പ്രശ്നം അവിടെ തുടങ്ങുകയല്ല, മറിച്ച് പൂർണ്ണമായും കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി UAE-യിലേക്ക് സന്ദർശക വിസയിൽ വരുമ്പോൾ ആ വിസ സ്പോൺസർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കും. സന്ദർശകർ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടർന്നാൽ അത് നേരിട്ട് ബാധിക്കുന്നത് ഈ ട്രാവൽ ഏജൻസികളെയാണ്. തങ്ങൾ വഴി വിസയെടുത്ത് വന്ന വ്യക്തികൾ കൃത്യസമയത്ത് രാജ്യം വിട്ടു പോയില്ലെങ്കിൽ UAE ഗവൺമെൻറ് പ്രസ്തുത ട്രാവൽ ഏജൻസിയുടെ ഇമിഗ്രേഷൻ പോർട്ടൽ ബ്ലോക്ക് ചെയ്യുകയും അവർക്ക് കനത്ത പിഴ ചുമത്തുകയും ചെയ്യും. പുതിയ വിസകൾ അടിക്കാൻ കഴിയാതെ തങ്ങളുടെ ബിസിനസ് തന്നെ പൂട്ടിപ്പോകേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഏജൻസികൾ കണ്ടെത്തുന്ന നിയമപരമായ വഴിയാണ് അബ്സ്കോണ്ടിംഗ് റിപ്പോർട്ട് ചെയ്യുക എന്നത്. മലയാളത്തിൽ ലളിതമായി പറഞ്ഞാൽ ആൾ ചാടിപ്പോയി അല്ലെങ്കിൽ ഒളിച്ചോടി എന്ന് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുന്ന പ്രക്രിയയാണിത്. വിസയുടെ കാലാവധി കഴിഞ്ഞ് ഒരാഴ്ചയോ അതിൽ കൂടുതലോ ആകുമ്പോഴേക്കും തങ്ങളുടെ ഉത്തരവാദിത്തം ഒഴിവാക്കാനായി ട്രാവൽ ഏജൻസികൾ ഈ വ്യക്തിക്കെതിരെ അബ്സ്കോണ്ടിംഗ് ഫയൽ ചെയ്യും. അതോടെ ഈ വ്യക്തിയുടെ ഫയൽ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. തനിക്കെതിരെ ഇത്തരമൊരു കേസ് ഫയൽ ചെയ്യപ്പെട്ട വിവരം ആ വ്യക്തി അറിയുന്നത് തന്നെ ചിലപ്പോൾ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വിസ പുതുക്കാൻ ശ്രമിക്കുമ്പോഴോ ആയിരിക്കും. ഒരിക്കൽ ഫയൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ സാധാരണഗതിയിലേക്ക് നാട്ടിലേക്ക് മടങ്ങാനോ പുതിയ വിസയിലേക്ക് മാറാനോ സാധിക്കില്ല. ഈ അബ്സ്കോണ്ടിംഗ് സ്റ്റാറ്റസ് മാറ്റണമെങ്കിൽ വലിയൊരു കടമ്പ കടക്കേണ്ടതുണ്ട്. അതിന് വിസ നൽകിയ ട്രാവൽ ഏജൻസിയുടെ സഹായം തന്നെ ആവശ്യമാണ്. എന്നാൽ ഈ കേസ് പിൻവലിക്കാൻ ഏജൻസികൾ വലിയൊരു തുകയാണ് ഈടാക്കുന്നത്. നിയമപരമായ ഫീസുകൾക്കും മറ്റുമായി ചുരുങ്ങിയത് 4000 ദിർഹം മുതൽ ചിലപ്പോൾ അതിന് മുകളിൽ വരെ ചിലവ് വന്നേക്കാം. ഇതിനു പുറമെ വിസ കാലാവധി കഴിഞ്ഞതിന് ഓരോ ദിവസവും 50 ദിർഹം വെച്ച് കയറുന്ന പിഴയും അടക്കേണ്ടി വരും. ജോലി അന്വേഷിച്ച് വന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും ഈ തുക. ഇതോടെ അവർ UAE-യിൽ പൂർണ്ണമായും കുടുങ്ങിപ്പോകുന്നു. സാമ്പത്തികമായി കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയാത്തവർ പിന്നീട് UAE-യിൽ ഭയന്നാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ പ്രധാനമായും 2 പ്രതിസന്ധികളാണ് അവർക്ക് നേരിടേണ്ടി വരിക. ഒന്നാമതായി, അബ്സ്കോണ്ടിംഗ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണ്. റോഡിലോ മെട്രോ സ്റ്റേഷനുകളിലോ മറ്റോ വെച്ച് പോലീസോ അല്ലെങ്കിൽ CID വിഭാഗമോ നടത്തുന്ന സാധാരണ പരിശോധനകളിൽ പിടിക്കപ്പെട്ടാൽ അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും പിന്നീട് നാട്ടിലേക്ക് നാട് കടത്തുകയും, അതായത് ഡീപ്പോർട്ടേഷൻ ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ വഴി അല്പം കൂടി സമാധാനപരമാണെന്ന് തോന്നാമെങ്കിലും പ്രത്യാഘാതം വലുതാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഭീമമായ പിഴയടക്കാൻ ഗതിയില്ലാത്തവർ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്ന ചിന്തയിൽ ഔട്ട് പാസ് എന്ന സംവിധാനത്തെ ആശ്രയിക്കും. പിഴയടക്കാതെ തന്നെ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ അധികാരികൾ നൽകുന്ന ഒരു പ്രത്യേക അനുമതിയാണിത്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ദുരന്തം ഒളിഞ്ഞിരിക്കുന്നത്. നാട് കടത്തപ്പെട്ടാലും ഔട്ട് പാസ് വഴി നാട്ടിലേക്ക് മടങ്ങിയാലും ഈ വ്യക്തികളുടെ വിരലടയാളവും കൃഷ്ണമണിയുടെ സ്കാനിങ്ങും അടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ UAE ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തും. ഇതിനർത്ഥം പിന്നീട് ഒരിക്കലും ഒരു തൊഴിൽ വിസയിലോ സന്ദർശക വിസയിലോ അവർക്ക് UAE എന്ന രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ്. ഒരു ചെറിയ അശ്രദ്ധ മൂലം പ്രവാസ ലോകത്തേക്കുള്ള അവരുടെ വാതിലുകൾ എന്നേക്കുമായി അടയുന്നു. ആദ്യമായി വരുന്നവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാണ് എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. എന്നാൽ നിയമം അറിയാതിരിക്കുന്നത് ഒരു ഒഴിവ് കഴിവല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ട്രാവൽ ഏജൻസികളും വിസ നൽകുമ്പോൾ തന്നെ ഈ അടിസ്ഥാന നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ജോലി ലഭിക്കുമെന്ന അമിത പ്രതീക്ഷയിലും സമ്മർദ്ദത്തിലും പലരും അത് മറന്നുപോകുന്നു. UAE എന്നത് നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്.
ഓരോരുത്തരുടെയും സുരക്ഷയും രാജ്യത്തിൻ്റെ ക്രമസമാധാനവും നിലനിർത്താനാണ് ഇത്തരം നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAEയിലേക്ക് സന്ദർശക വിസയിൽ വരുന്നവർ തങ്ങളുടെ വിസയുടെ കാലാവധി എന്ന് അവസാനിക്കുന്നുവെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ വിസ പുതുക്കാനുള്ള നിയമപരമായ വഴികൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയി വിസ മാറുകയോ ചെയ്യുക. അതല്ലെങ്കിൽ കൃത്യസമയത്ത് നാട്ടിലേക്ക് മടങ്ങി പുതിയ വിസയിൽ തിരികെ വരിക. കേവലം കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിനായി കാണിക്കുന്ന അലംഭാവം നിങ്ങളുടെ ഒരു ജീവിതകാലത്തെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് എന്ന സത്യം എപ്പോഴും ഓർമ്മിക്കുക. സ്വർണത്തോടുള്ള മലയാളിയുടെ പ്രണയത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സമ്പാദ്യമായും സുരക്ഷയായും അലങ്കാരമായും എല്ലാം മലയാളി ജീവിതത്തിന്റെ ഭാഗമാണ് ഈ മഞ്ഞലോഹം. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി വാങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനവും സ്വർണം തന്നെയാണ്. ഇന്ത്യയിലെ വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAEയിൽ സ്വർണത്തിന് വില കുറവാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ അത് സ്വർണ്ണ നാണയങ്ങളായാണോ അതോ ആഭരണങ്ങളായാണോ വാങ്ങേണ്ടത്? ഏതാണ് കൂടുതൽ ലാഭകരം? പ്രവാസികൾക്കിടയിൽ എപ്പോഴും ഉയരുന്ന ഈ സംശയത്തിന് കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗൾഫിലെ പ്രമുഖ ജുവലറി ഉടമകൾ. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളിൽ ഭൂരിഭാഗവും പലപ്പോഴും ചിന്തിക്കുന്നത് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി കൊണ്ടുപോയാൽ പണിക്കൂലി ലാഭിക്കാമെന്നാണ്. എന്നാൽ ഗൾഫിലെ പ്രമുഖ ജുവലറി വിദഗ്ധർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അവരുടെ അഭിപ്രായത്തിൽ പ്രവാസികൾക്ക് ഏറ്റവും ലാഭകരം സ്വർണം ആഭരണങ്ങളായി വാങ്ങുന്നത് തന്നെയാണ്. ഇതിന് പിന്നിൽ ശക്തമായ ചില കാരണങ്ങളുണ്ട്. വിദേശത്തു നിന്നും വാങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടികൾ നാട്ടിലെത്തിച്ച് പിന്നീട് ആവശ്യാനുസരണം ആഭരണങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പണിക്കൂലിയും മറ്റും കേരളത്തിലെ ജുവലറികളിൽ നൽകേണ്ടി വരുന്നുണ്ട്. ഇതൊടുവിൽ ഉപഭോക്താവിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. എന്നാൽ UAEയിൽ പണിക്കൂലിയും നികുതിയും ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കുറവായതിനാൽ ഇവിടെ നിന്ന് തന്നെ നേരിട്ട് ഇഷ്ടമുള്ള ഡിസൈനിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നതാണ് സാമ്പത്തികമായി കൂടുതൽ മെച്ചം. ഇന്ത്യൻ കസ്റ്റംസ് നിയമങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കുന്ന ഒന്നാണ് സ്വർണത്തിൻ്റെ ഇറക്കുമതി. ഇവിടെയാണ് സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. ഇന്ത്യൻ കസ്റ്റംസ് നിയമപ്രകാരം 1 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച സ്ത്രീ യാത്രക്കാർക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ നിശ്ചിത പരിധിയിൽ സ്വർണ്ണാഭരണങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ അനുവാദമുണ്ട്. കേന്ദ്ര ബജറ്റിലെ പരിഷ്കാരങ്ങൾ പ്രകാരം നിലവിൽ സ്ത്രീകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ 40 ഗ്രാം വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാം. പുരുഷന്മാർക്ക് ഇത് 20 ഗ്രാം വരെയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന് കൃത്യമായ നികുതി നൽകേണ്ടി വരുമെന്നതിനാൽ യാത്രയ്ക്ക് മുമ്പ് ആവശ്യമായ രേഖകളും കസ്റ്റംസ് അലവൻസുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യം സ്വർണ്ണ നാണയങ്ങൾക്കോ സ്വർണ്ണക്കട്ടികൾക്കോ ബാധകമല്ല. സ്വർണ്ണ നാണയങ്ങളോ ബിസ്ക്കറ്റുകളോ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് എത്ര ചെറിയ അളവാണെങ്കിലും കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടി വരും. നിയമപരമായ ഈ സങ്കീർണതകൾ ഒഴിവാക്കാനും ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്താനും എപ്പോഴും ആഭരണങ്ങൾ തന്നെയാണ് പ്രവാസികൾക്ക് ഏറ്റവും സുരക്ഷിതവും അതുപോലെ ലാഭകരവുമായ മാർഗം. ഇന്ത്യയിലെ സ്വർണ്ണവിലയും UAEയിലെ സ്വർണ്ണവിലയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 12 മുതൽ 15% വരെ ലാഭം പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ വലിയ വില വ്യത്യാസത്തിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി തീരുവയും പ്രാദേശിക നികുതികളുമാണ്. ഇന്ത്യയിൽ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയൊരു തുക നികുതി ഇനത്തിൽ സർക്കാർ ഈടാക്കുന്നുണ്ട്. ഇതിനു പുറമെ 3% GSTയും മറ്റ് പ്രാദേശിക സെസ്സുകളും കൂടി ചേരുമ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നു. എന്നാൽ UAEയിൽ ഇത്തരം കനത്ത നികുതികളില്ല. ടൂറിസ്റ്റുകളായി എത്തുന്നവർക്ക് അവർ വാങ്ങുന്ന സ്വർണത്തിന് നൽകുന്ന 5% മൂല്യവർദ്ധിത നികുതി വിമാനത്താവളത്തിൽ വെച്ച് തിരികെ ലഭിക്കുകയും ചെയ്യും. ഈ നികുതി ഇളവുകളാണ് ഗൾഫ് സ്വർണത്തെ എപ്പോഴും പ്രവാസികളുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത്. വെറുമൊരു നിക്ഷേപം എന്ന നിലയിൽ മാത്രം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് സ്വർണ്ണ നാണയങ്ങളോ ബാറുകളോ അനുയോജ്യമാകുന്നത്. അവർക്ക് പണിക്കൂലിയില്ലാതെ സ്വർണം സൂക്ഷിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ അപ്പോഴും കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാനുള്ള തയ്യാറെടുപ്പോടെ വേണം ഇത് വാങ്ങാൻ. അല്ലാത്ത പക്ഷം വിമാനത്താവളങ്ങളിൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരും. ഇതിനൊപ്പം തന്നെ ഗൾഫിൽ നിന്ന് വാങ്ങുന്ന സ്വർണത്തിൻ്റെ ഗുണനിലവാരവും ശുദ്ധതയും എടുത്തു പറയേണ്ട ഒന്നാണ്. UAE സർക്കാരിൻ്റെ കർശനമായ പരിശോധനകൾക്ക് വിധേയമായാണ് അവിടുത്തെ ജുവലറികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 22 ക്യാരറ്റ് അല്ലെങ്കിൽ 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ ശുദ്ധതയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന വിശ്വാസം പ്രവാസികൾക്കുണ്ട്. ദുബായ് സെൻട്രൽ ലബോറട്ടറിയുടെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനാൽ തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനും മക്കളുടെ വിവാഹം പോലെയുള്ള വലിയ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് സമ്പാദ്യം കരുതി വെക്കാനും ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഗൾഫ് സ്വർണം എപ്പോഴും ഒരു അനുഗ്രഹമാണ്. എന്നാൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ കസ്റ്റംസ് നിയമങ്ങളും പണിക്കൂലിയിലെ വ്യത്യാസങ്ങളും കൃത്യമായി മനസ്സിലാക്കി വേണം സ്വർണം വാങ്ങാൻ.
നാണയങ്ങൾ വാങ്ങി പിന്നീട് നാട്ടിൽ കൊണ്ടുപോയി പണിക്കൂലി നൽകി ആഭരണങ്ങളാക്കുന്നതിനേക്കാൾ UAE-യിലെ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ നിന്നും നേരിട്ട് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ലാഭകരമെന്ന ജുവലറി ഉടമകളുടെ നിർദ്ദേശം പ്രവാസികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. നിയമങ്ങൾ പാലിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ സ്വർണം വാങ്ങുന്നതിലൂടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൃത്യമായി ലാഭിക്കാൻ ഓരോ പ്രവാസിക്കും സാധിക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പ്രവാസികളുടെ പ്രിയപ്പെട്ട ഇടമായ സൗദി അറേബ്യയിലേക്ക് തൊഴിൽ തേടിയും സന്ദർശനത്തിനായും എത്തുന്ന ആളുകളുടെ എണ്ണം ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലാണ്. എന്നാൽ ഈ സ്വപ്നതുല്യമായ പ്രവാസ യാത്രകൾ നിയമസാധുതയുള്ള രേഖകളുടെയും കൃത്യമായ നിയമപാലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാത്ത പക്ഷം കാത്തിരിക്കുന്നത് കനത്ത പ്രത്യാഘാതങ്ങളാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലുമായി സൗദി ഭരണകൂടം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് നിയമവിരുദ്ധമായി തുടരുന്ന വിദേശികൾക്കെതിരെ അതിശക്തമായ ശിക്ഷാ നടപടികളാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന വിപുലമായ ലക്ഷ്യത്തിലേക്ക് സൗദി അറേബ്യ നടത്തുന്ന പ്രയാണത്തിന്റെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് ഈ പുതിയ ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്തെ താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷ തുടങ്ങിയ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സൗദി അറേബ്യൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വിസയുടെ കാലാവധി അവസാനിച്ചിട്ടും രാജ്യത്ത് അനധികൃതമായി തുടരുന്ന പ്രവാസികൾക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവുമാണ് ശിക്ഷയായി ലഭിക്കുക. ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇവരെ സ്വന്തം രാജ്യത്തേക്ക് നാട് കടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങളിൽ പലപ്പോഴും ഇളവുകളോ താൽക്കാലിക ആശ്വാസങ്ങളോ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. വിരലടയാളവും മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയും അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അതിർത്തി സുരക്ഷയിലും ആഭ്യന്തര സുരക്ഷയിലും സമഗ്രമായി നടപ്പിലാക്കിയതോടെ അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരെ കണ്ടെത്തുക എന്നത് അധികൃതർക്ക് ഇന്ന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനാൽ നിയമലംഘനം നടത്തി രക്ഷപ്പെടാമെന്ന ചിന്ത വലിയ വിപത്തുകളിലേക്ക് മാത്രമായിരിക്കും പ്രവാസികളെ എത്തിക്കുക. ഈ നിയമങ്ങളുടെ വ്യാപ്തി കേവലം വിദേശ തൊഴിലാളികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന വശം. നിയമപ്രകാരം വിദേശികളെ സൗദിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സ്പോൺസർമാർക്കും ഇതിൽ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തമുണ്ട്. തങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും അവർ രാജ്യം വിട്ടുപോയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് അധികൃതരെ അറിയിക്കാതിരുന്നാലോ സ്പോൺസർമാർക്കെതിരെയും കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കും. തൊഴിലാളികളുടെ യാത്രാ വിവരങ്ങളും നിയമപരമായ സ്റ്റാറ്റസും യഥാസമയം ബന്ധപ്പെട്ട സർക്കാർ പോർട്ടലുകളിൽ അപ്ഡേറ്റ് ചെയ്യാത്ത സ്പോൺസർമാർ വലിയ തുക പിഴയായും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളും നേരിടേണ്ടി വരുമെന്ന് പൊതുസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ സുതാര്യതയും നിയമപരമായ ഉത്തരവാദിത്തവും ഉറപ്പുവരുത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൗദി അറേബ്യയിൽ വിപുലമായ രീതിയിൽ നടപ്പിലാക്കി വരുന്ന നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ആഭ്യന്തര സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന അനധികൃത കുടിയേറ്റവും അനധികൃത തൊഴിൽ വിപണിയും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ദൗത്യം വിജയകരമാകുന്നതിനായി പൊതുജനങ്ങളുടെ സജീവമായ പങ്കാളിത്തവും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് അഭയവും ജോലിയും നൽകുന്നവരെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ അധികൃതരെ അറിയിക്കുവാൻ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർക്ക് 911 എന്ന നമ്പറിലും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് 999 എന്ന നമ്പറിലും വിളിച്ച് വിവരങ്ങൾ കൈമാറാവുന്നതാണ്. ഈ വിവരങ്ങൾ നൽകുന്നവരുടെ വ്യക്തിത്വം പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നുണ്ട്. പുതിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാസികൾ തങ്ങളുടെ വിസ, താമസം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എപ്പോഴും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. വിസയുടെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അത് പുതുക്കാനോ അല്ലെങ്കിൽ നിയമപരമായി രാജ്യം വിടാനോ ഉള്ള നടപടികൾ സ്വീകരിക്കണം. ഡിജിറ്റൽ സംവിധാനങ്ങളായ അബ്ഷീർ പോർട്ടൽ വഴി സ്വന്തം വിസയുടെയും താമസരേഖയുടെയും ഇഖാമയുടെയും കാലാവധി പ്രവാസികൾക്ക് സ്വയം എളുപ്പത്തിൽ പരിശോധിക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തർക്കങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ടെങ്കിൽ പോലും നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നത് വലിയ അപകടങ്ങളിലേക്ക് വഴി തുറക്കും. നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കാൻ നിയമസാധുതയുള്ള പ്രവാസ ജീവിതം നയിക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി. അതുകൊണ്ട് വിസ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിതരായിരിക്കുക. വേനൽക്കാലം UAE-യിലെ ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ സ്കൂൾ അവധിയും കുടുംബത്തോടൊപ്പമുള്ള യാത്രകളും നാടണയാനുള്ള ആഗ്രഹവുമെല്ലാം ഒത്തുചേരുന്ന ഈ സമയത്താണ് പലരുടെയും യാത്രാ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പുതിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് പെട്ടികൾ പാക്ക് ചെയ്ത് യാത്രയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പലരും തങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി ശ്രദ്ധിക്കുന്നത്.
എന്നാൽ അത് പുതുക്കാനായി നോക്കുമ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെ യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾ വലിയൊരു അനിശ്ചിതത്വത്തിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമായിരിക്കുകയാണ്. കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നം എന്നതിനപ്പുറം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അവധിക്കാല ആസൂത്രണങ്ങളെയാണ് ഇത് പാടെ തകിടം മറിച്ചിരിക്കുന്നത്. ഈ പെട്ടെന്നുള്ള പ്രതിസന്ധിക്ക് പിന്നിൽ യുഎയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്ന താൽക്കാലികമായ ചില മാറ്റങ്ങളുണ്ട്. വർഷങ്ങളായി കോൺസുലാർ സേവനങ്ങൾ നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ, SGVS ഗ്ലോബൽ എന്നീ ഔട്ട്സോഴ്സിംഗ് ഏജൻസികളുമായുള്ള കരാർ അവസാനിച്ചിരുന്നു. തുടർന്ന് ഈ സേവനങ്ങൾ നൽകാനായി അൽഹിന്ദ് ഗ്ലോബൽ സർവീസസ് എന്ന പുതിയ ഏജൻസിക്ക് കരാർ നൽകിയെങ്കിലും ഇതേ ചൊല്ലി മറ്റ് 2 ഏജൻസികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതോടെ കാര്യങ്ങൾ സങ്കീർണമായി. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ പുതിയ ഏജൻസിക്ക് നിലവിൽ ചുമതലയേൽക്കാൻ സാധിച്ചിട്ടില്ല. ഈ അപ്രതീക്ഷിത നിയമക്കുരുക്ക് കാരണം അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായിലെ കോൺസുലേറ്റിനും ഈ വലിയ ഉത്തരവാദിത്തം നേരിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു. തുടക്കത്തിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് നേരിട്ടെത്തുന്നവർക്ക് വാക്കിൻ സേവനം നൽകിയിരുന്നെങ്കിലും തിരക്ക് അനിയന്ത്രിതമായതോടെ പൂർണ്ണമായും മുൻകൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനത്തിലേക്ക് മാറാൻ അധികൃതർ നിർബന്ധിതരാവുകയായിരുന്നു. നാട്ടിലേക്ക് പോകുന്നവർക്ക് മാത്രമല്ല, യുഎയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദയാത്രകൾ ആസൂത്രണം ചെയ്തവർക്കും ഈ സാഹചര്യം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. അന്താരാഷ്ട്ര യാത്രാ നിയമങ്ങൾ അനുസരിച്ച് മിക്ക വിദേശ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം. വിമാന ടിക്കറ്റുകളും ഹോട്ടലുകളും ബുക്ക് ചെയ്ത ശേഷം യാത്രാ തീയതിക്ക് തൊട്ടു മുൻപ് മാത്രം ഈ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്ന പ്രവാസികൾ നിരവധിയാണ്. ഇത്തരക്കാർ അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ വരുന്നത്. പല പ്രവാസികൾക്കും തങ്ങളുടെ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഭാരിച്ച തുക നൽകി വിമാന ടിക്കറ്റുകൾ പുനഃക്രമീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. അപേക്ഷ സമർപ്പിച്ചാൽ പോലും പുതിയ പാസ്പോർട്ട് അച്ചടിച്ച് കൈകളിലെത്താൻ 3 ആഴ്ചയോളം സമയമെടുക്കുമെന്ന് ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നത് പ്രവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. നിലവിലെ സംവിധാനങ്ങൾ ദുബായ് കോൺസുലേറ്റിൽ മാത്രം പ്രതിദിനം 1000-ലധികം ആളുകളാണ് വിവിധ കോൺസുലാർ സേവനങ്ങൾക്കായി എത്തുന്നത്. ഒരേ സമയം 10,000-കണക്കിന് പ്രവാസികൾ ഔദ്യോഗിക ബുക്കിംഗ് പോർട്ടലായ book.passportindia.uae.com ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കനത്ത സാങ്കേതിക തടസ്സങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ലിങ്കുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തതും സ്ലോട്ടുകൾ മിനിറ്റുകൾക്കകം തീർന്നു പോകുന്നതും അപേക്ഷകരെ കടുത്ത നിരാശയിലേക്കാണ് തള്ളിവിടുന്നത്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സ്ഥിരീകരണ രേഖകൾ ഇല്ലാത്തവരെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാത്തതിനാൽ സ്ലോട്ട് ലഭിക്കാത്ത പലരും നേരിട്ടെത്തി ഭാഗ്യം പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഓഫീസുകൾക്ക് മുന്നിൽ കിലോമീറ്ററുകളോളം നീളുന്ന വലിയ ക്യൂ രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. കടുത്ത ചൂടിനെ അവഗണിച്ചും മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന പ്രവാസികളുടെ ദയനീയ ചിത്രം ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. പ്രവാസികളുടെ ഈ പരിഭ്രാന്തിയെയും അടിയന്തര സാഹചര്യത്തെയും ചൂഷണം ചെയ്യാൻ ചില തട്ടിപ്പ് സംഘങ്ങളും ഇടനിലക്കാരും സജീവമായി രംഗത്തുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വലിയ തുക ഈടാക്കി അപ്പോയിന്റ്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം വ്യാജ ഏജൻസികൾക്കെതിരെ ഇന്ത്യൻ എംബസി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ തികച്ചും സൗജന്യമാണെന്നും ഇതിനായി 3-ാം കക്ഷികൾക്ക് പണം നൽകരുതെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇത്തരം ചതിക്കുഴികളിൽ വീഴാതെ ഔദ്യോഗിക പോർട്ടൽ മാത്രം ഉപയോഗിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഔദ്യോഗിക ചാനലുകൾ വഴി എംബസിയിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. യുഎയിലെ ഇന്ത്യൻ മിഷനുകൾ ജീവനക്കാരുടെ എണ്ണം കൂട്ടിയും അധിക സമയം പ്രവർത്തിച്ചും ഈ അസാധാരണ തിരക്ക് നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണം മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം. പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അപേക്ഷിക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാലാവധി തീരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പുതുക്കൽ നടപടികൾ ആരംഭിക്കുന്നത് ഇത്തരം അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ നിന്നും യാത്രാ മുടക്കങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങി പുതിയ ഏജൻസി പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ പ്രവാസികൾ ക്ഷമയോടെയും ജാഗ്രതയോടെയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് മേഖല വീണ്ടും സായുധ സംഘർഷങ്ങളുടെ തീച്ചുളിയിലേക്ക് നീങ്ങുകയാണ്. യമനിലെ ഹൂതി വിമതരും സൗദി അറേബ്യയും തമ്മിൽ വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണങ്ങൾ ഗൾഫ് മേഖലയാകെ വലിയൊരു യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന ആപേക്ഷിക സമാധാനം തകർത്തുകൊണ്ട് യമനിലെ സന വിമാനത്താവളത്തിലും സൗദിയിലെ അബഹ വിമാനത്താവളത്തിലുമുണ്ടായ സ്ഫോടനങ്ങൾ പ്രാദേശിക തർക്കങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണെന്ന് വ്യക്തമാകുന്നു. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരമൊരു സംഘർഷം ഉടലെടുക്കുന്നത് പ്രവാസി സമൂഹത്തിൽ കനത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപത്തേക്കാൾ ശക്തമായ രീതിയിൽ ആകാശമാർഗമുള്ള ആക്രമണങ്ങൾ പുനരാരംഭിച്ചത് മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ തകിടം മറിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾ, ഈ പുതിയ യുദ്ധഭീതിയെ അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്.
മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിൽ വിള്ളൽ വീഴുന്നത് രാഷ്ട്രീയമായ മാറ്റങ്ങൾ മാത്രമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുതിയ പ്രതിസന്ധിയുടെ തുടക്കം യമൻ തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തോടെയായിരുന്നു. ഇറാന്റെ അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന ഹൂത്തി പ്രതിനിധി സംഘത്തെ വഹിച്ചുകൊണ്ടുള്ള ഇറാന്റെ മഹാനെയർ വിമാനത്തെ സനയിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് സൗദി അനുകൂല യമൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിന്റെ റൺവേ ലക്ഷ്യമാക്കി ശക്തമായ വ്യോമാക്രമണമുണ്ടായി. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇതിനെ ഹൂതികൾ കണക്കാക്കിയത്. സന വിമാനത്താവളത്തിലെ ആക്രമണം ഹൂതികളെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിലും വ്യോമപാതയിലും സൗദി അറേബ്യയും സഖ്യകക്ഷികളും ഇടപെടുന്നു എന്ന ആരോപണം അവർ ശക്തമായി ഉന്നയിച്ചു. ഇതിന് പകരമായി മണിക്കൂറുകൾക്കകം തന്നെ ഹൂതി വിമതർ സൗദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് അതിശക്തമായ തിരിച്ചടി നൽകി. ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വ്യോമ ഗതാഗതത്തെ ഇത് പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, സൗദിയ, ഫ്ലൈ അദീൽ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ അബഹയിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ സർവീസുകൾ ഉടനടി റദ്ദാക്കി. യാത്രാ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു പൊതുവിമാനത്താവളത്തിന് നേരെ മിസൈൽ വിക്ഷേപങ്ങളിലൂടെ അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്ക് കനത്ത സുരക്ഷാ ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ സുരക്ഷ മുൻനിർത്തി യമനിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടാൻ അവിടുത്തെ പ്രതിരോധ മന്ത്രാലയം ഉത്തരവിടുകയും ചെയ്തു. 2014 ഹൂതികൾ യമന്റെ തലസ്ഥാനമായ സന പിടിച്ചടക്കിയതോടെയാണ് ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് യമൻ സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യം യുദ്ധത്തിൽ ഇടപെടുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ 2022 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് മേഖലയിൽ താൽക്കാലിക ശാന്തത നൽകിയത്. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളോടെ ഈ സമാധാന കാലഘട്ടം അവസാനിച്ചതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്വ സരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി വ്യോമപാതയിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഹൂതികൾ നൽകിയ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വ്യോമയാന മേഖലയെ സങ്കീർണമാക്കുന്നു. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഈ നീക്കം മേഖലയിലെ വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. സഖ്യകക്ഷികളായിരുന്ന സൗദിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ യമൻ യുദ്ധത്തിലെ തന്ത്രങ്ങളെ ചൊല്ലി മുൻപ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും UAE പിന്മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ സൗദി അറേബ്യയ്ക്ക് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ എപ്പോഴും ഇന്ത്യയെയും പ്രത്യേകിച്ച് കേരളത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. യുദ്ധം പടർന്നു പിടിച്ചാൽ അത് പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെയും ജീവിതത്തെയും സാരമായി ബാധിക്കും. സൗദിയിലെ അബഹ വിമാനത്താവളം ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണവും സൗദി വ്യോമയാന പാത ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഭീഷണിയും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകളെയും വിമാന കമ്പനികളുടെ സർവീസുകളെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് പണം അയക്കുന്നതിനും വിമാന സർവീസുകളുടെ ചെലവുകൾ വർദ്ധിക്കുന്നതിനും ഈ സംഘർഷങ്ങൾ പ്രതിഫലിച്ചേക്കാം. വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് മൂലം അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങേണ്ട പ്രവാസികൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും സൗദി അറേബ്യ ആപേക്ഷികമായി സുരക്ഷിതമായിരുന്നു എന്നതായിരുന്നു പ്രവാസികളുടെ ആശ്വാസം. എന്നാൽ ഇപ്പോൾ സൗദിക്ക് നേരെ നേരിട്ട് മിസൈൽ ആക്രമണം ഉണ്ടായത് ഈ ആശ്വാസത്തിന് വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഈ യുദ്ധ സാഹചര്യം ദീർഘകാലം തുടർന്നാൽ അത് ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും തദ്ദേശീയമായ തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്തേക്കാം. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർധനവിനും വിതരണ ശൃംഖല തടസ്സപ്പെടുന്നതിനും ഇത് കാരണമായേക്കാം. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മേഖലയ്ക്ക് മറ്റൊരു യുദ്ധം താങ്ങാനാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ എല്ലാ കക്ഷികളും തയ്യാറാകണമെന്ന് UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഖാലിദ് ഖിയാരി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ജയിക്കാമെന്ന ധാരണ മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യോമപാതകൾ അടയ്ക്കുന്നതും വിമാനത്താവളങ്ങൾ ബോംബിട്ട് തകർക്കുന്നതും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയാണ് ദുസ്സഹമാക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നങ്ങളും ഉപജീവന മാർഗവും കുടികൊള്ളുന്ന മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആഗോള സമൂഹത്തിന്റെ ആവശ്യമാണ്. ഹൂതികളും സൗദി സഖ്യവും തങ്ങളുടെ പിടിവാശികൾ ഉപേക്ഷിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാകണം. എങ്കിൽ മാത്രമേ പ്രവാസ ലോകത്തിന്റെ ആശങ്കകൾ അകറ്റാനും മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ. യുദ്ധഗതിക്ക് വഴിമാറാതെ നയതന്ത്രത്തിന്റെ വഴി സ്വീകരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഏക മാർഗം. ബഹ്റൈനിൽ അപ്രതീക്ഷിതമായി അടിയന്തര അപായ സൂചന നൽകുന്ന സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങളിൽ വലിയ ജാഗ്രതയ്ക്ക് കാരണമായിരിക്കുന്നു.
സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി സൈറണുകൾ പ്രവർത്തിപ്പിച്ച വിവരം ആഭ്യന്തര മന്ത്രാലയമാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അപ്രതീക്ഷിതമായി ഉയർന്ന ശബ്ദം ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച പശ്ചാത്തലത്തിൽ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന മുഴുവൻ പൊതുജനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. പെട്ടെന്നുണ്ടായ ഈ സാഹചര്യത്തിൽ ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും തികഞ്ഞ ശാന്തത പാലിക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചു. ജനങ്ങൾ നിലവിലുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്രയും വേഗം തൊട്ടടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകളും കിംവദന്തികളും പ്രചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾക്കും ബഹ്റൈൻ വാർത്താ ഏജൻസി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങളിലെ വാർത്തകൾക്കും മാത്രം മുൻഗണന നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കുന്നതിനുമുള്ള സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് ഇത്തരം സൈറൺ സംവിധാനങ്ങൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച സുരക്ഷാ പരിശോധനകളുടെയോ അടിയന്തര സാഹചര്യങ്ങളുടെയോ ഭാഗമായി ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പ്രധാന ഭാഗമാണ്. നിയമപാലകരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് സുരക്ഷിതരായിരിക്കാൻ എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ വ്യാപകമാക്കാനുമായി ഗവൺമെന്റ് പുതിയൊരു വിപ്ലവകരമായ പരിഷ്കാരം നടപ്പിലാക്കുന്നു. ഇനി മുതൽ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 10 കുവൈറ്റി ദിനാറിൽ കൂടുതലുള്ള ചികിത്സാ ഫീസുകളോ മറ്റ് പേയ്മെന്റുകളോ നേരിട്ട് പണമായി സ്വീകരിക്കാൻ പാടില്ലെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. 10 ദിനാറിന് മുകളിലുള്ള എല്ലാ ഇടപാടുകളും കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച ബാങ്കിംഗ് ചാനലുകളോ ഡിജിറ്റൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളോ വഴി മാത്രമേ നടത്താൻ പാടുള്ളൂ. സ്വകാര്യ ആശുപത്രികൾ, പ്രത്യേക ഡയഗ്നോസ്റ്റിക് ലാബുകൾ, അതുപോലെ മെഡിക്കൽ സെന്ററുകൾ, വിവിധ ക്ലിനിക്കുകൾ, ഹോം ഹെൽത്ത് കെയർ സേവനദാതാക്കൾ തുടങ്ങി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസുള്ള എല്ലാ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഈ പുതിയ നിയമം ബാധകമാണ്. രാജ്യത്തെ സാമ്പത്തിക രംഗം വേഗത്തിൽ ഡിജിറ്റൽവൽക്കരിക്കുന്നതിന്റെയും കറൻസി ഉപയോഗം കുറച്ച് സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടി. സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായി രേഖപ്പെടുത്തുന്നതിലൂടെ കള്ളപ്പണ വെളുപ്പിക്കൽ തടയാനും രോഗികളുടെയും സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക അവകാശങ്ങൾ കൃത്യമായി സംരക്ഷിക്കാനും ഇത് സഹായിക്കുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. പുതിയ ഉത്തരവ് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നടപടികളായിരിക്കും രാജ്യം സ്വീകരിക്കുക. 1979 ഡിക്രി നിയമം 10-ാം നമ്പറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി നിയമലംഘനം നടത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ഉടനടി അടച്ചുപൂട്ടാൻ മന്ത്രാലയം ഉത്തരവിടും. കൂടാതെ കർശനമായ തുടർ നിയമ നടപടികളിലേക്കായി കേസ് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കുവൈറ്റിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ സ്വകാര്യ ആശുപത്രികളിലെത്തുമ്പോൾ കാർഡുകളോ മൊബൈൽ ബാങ്കിംഗ് ആപ്പുകളോ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാസ ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.